ഈന്തപ്പഴവും ചെറുനാരങ്ങയും ചേർത്തിട്ടുള്ള ഒരു അച്ചാർ കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് ഒരു 250 ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് മാറ്റി വയ്ക്കാം. ഇട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതാക്കി അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ കഷ്ണങ്ങളും പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു കുടം വെളുത്തുള്ളി നന്നാക്കിയതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് മസാലയുടെ മണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ കഷ്ണങ്ങൾ ആ വെള്ളത്തോട് കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ഈത്തപ്പഴം ഒരു 250 ഈത്തപ്പഴം ഞാൻ കഴുകി വൃത്തിയാക്കി കുറച്ച് സോർക്ക് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.